നമസ്കാരം. സഹകാരി റേസ്ലെസിന്റെ PYQ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 നടന്ന നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലെ GK പോർഷൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? തന്നിട്ടുള്ളവയിൽ തെറ്റായത് ഏതാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. അപ്പോൾ അയ്യങ്കാളിയാണ് എന്ത് സ്ഥാപിക്കുന്നത്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ശരിയാണ്. രണ്ടാമത്തേത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ആ പറയുന്ന പ്രസ്താവനയും ശരിയാണ്. കാരണം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്ത് സ്ഥാപിക്കുന്നത്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, വാഗ്ഭടാനന്ദൻ സമത്വ സമാജം. വാഗ്ഭടാനന്ദൻ സമത്വ സമാജം എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിട്ടുള്ളവയിൽ തെറ്റായ ബന്ധം ഏതാണ്? മൂന്ന് മാത്രം. ഏതാണ്? മൂന്ന് മാത്രം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി ഇതിനെക്കുറിച്ച് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. എടാ നോക്കിക്കേ, അയ്യങ്കാളിയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. അപ്പോൾ അയ്യങ്കാളി എന്ത് ചെയ്തു? അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ വ്യക്തിയാണ് ആര്? അയ്യങ്കാളി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പറയുന്നുണ്ട്. സാധുജന പരിപാലന സംഘം SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി കൊണ്ടുവരുന്ന ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സാധുജന പരിപാലന സംഘം. അപ്പോൾ അതിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ നമ്മൾ അയ്യങ്കാളിയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ വ്യക്തിയാണ് അയ്യങ്കാളി. വില്ലുവണ്ടി സമരം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കല്ലുമാല സമരം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെല്ലാം നേതൃത്വം നൽകി. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പറഞ്ഞു ഏതാണ്? സാധുജന പരിപാലന സംഘം. അടുത്ത് നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ട് നോക്കാം. നോക്കിക്കേ, മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പോൾ ആരാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം എന്തിനു വേണ്ടി പ്രയത്നിച്ചു? മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹം രൂപം നൽകിയ സംഘടനയുടെ പേര് ഇവിടെ പറയുന്നുണ്ട്, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഓക്കെ, അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം, വാഗ്ഭടാനന്ദൻ. അടുത്ത് പറയുന്ന ആൾ ആരാണ്? വാഗ്ഭടാനന്ദൻ. നമ്മുടെ സ്റ്റേറ്റ്മെന്റിലെ മൂന്നാമത്തെ ആൾ ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ്. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ആര്? വാഗ്ഭടാനന്ദൻ. അതേപോലെ ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുവാൻ ശ്രമിച്ചു. കാലത്തിനനുസരിച്ചിട്ട് അന്ന് നിലനിന്നിരുന്ന ആചാരങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? പരിഷ്കരിക്കുവാൻ ശ്രമിച്ചു. വാഗ്ഭടാനന്ദന്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദന്റെ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാസംഘമാണ്. അപ്പോൾ വാഗ്ഭടാനന്ദനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ചിട്ട് അദ്ദേഹം പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ഏത്? ആത്മവിദ്യാസംഘം. ക്ലിയർ അല്ലേ ഒന്നാമത്തെ ചോദ്യം? അടുത്ത രണ്ടാമത്തെ ചോദ്യവും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ശ്രദ്ധിച്ചേ, ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിഭായി ആണ്. അടുത്ത് പറയുന്നു, ബീഹാറിലെ ആരയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്,
കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. തന്നിട്ടുള്ളതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ്. നോക്കിക്കേ, ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിഭായി ആണ്. ആ പറയുന്ന പ്രസ്താവന തെറ്റാണ്. അതേപോലെ ബീഹാറിലെ ആരയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണ്. ആ പറയുന്ന പ്രസ്താവനയും തെറ്റാണ്. മൂന്നാമത് പറയുന്നു കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. ആ പറയുന്ന പ്രസ്താവന ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 2ഉം എന്താണ്? തെറ്റാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചേ, കലാപം നടന്ന സ്ഥലവും കലാപത്തിന് നേതൃത്വം നൽകിയവരും അതിൻ്റെ സവിശേഷതകളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സ്ക്രീൻഷോട്ട് ആണ്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലും ഈ കാര്യം പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത്. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സ്ക്രീൻഷോട്ടാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിലും സെയിം കാര്യം ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോ. കലാപം നടന്ന സ്ഥലം ഡൽഹി. ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ എന്തെന്ന് പറയും ഇദ്ദേഹത്തെ? ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമൻ എന്നോ ബഹദൂർ ഷാ സഫർ എന്നോ നമുക്ക് പറയാം. ഇദ്ദേഹത്തിന്റെ സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാട് കടത്തി. ഇതും ഒരു PYQ ആണ്. അദ്ദേഹത്തെ എങ്ങോട്ടാണ് നാട് കടത്തിയതെന്നും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാട് കടത്തിയത് ആരെയാണ് എന്നൊരു ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോ, ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം എവിടെയാണ് നേതൃത്വം കൊടുത്തത് കലാപത്തിന്? ഡൽഹിയിലാണ്. അടുത്ത ഝാൻസിയിലാണ്. ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് നമുക്ക് എല്ലാ പേർക്കും അറിയാം. ആരാണ്? റാണി ലക്ഷ്മിഭായി. എടാ, ഈ ഡൽഹിയുടെ കാര്യം പറയുമ്പോൾ ഒരു പേര് കൂടി ഓർത്തു വെച്ചോ, ജനറൽ ഭക്ത് ഖാൻ. ഓക്കെ, ജനറൽ ഭക്ത് ഖാനും ഡൽഹിയിലാണ് നേതൃത്വം കൊടുത്തത്. ബഹദൂർ ഷാ സഫറിന്റെ സൈനിക ജനറൽ ആയിരുന്നു ആര്? ഈ പറയുന്ന ജനറൽ ഭക്ത് ഖാൻ. അപ്പോൾ ഝാൻസിയിൽ ആരാണ് നേതൃത്വം കൊടുത്തതെന്ന് നമുക്കറിയാം. ആരാണ്? റാണി ലക്ഷ്മിഭായി അല്ലെങ്കിൽ ഝാൻസി റാണിയാണ് ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഝാൻസി റാണി എവിടെയാണ് നേതൃത്വം കൊടുക്കുന്നത്? ഝാൻസിയിലാണ്. ഝാൻസി റാണി ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. അടുത്ത് നോക്കിക്കേ, അടുത്ത് പറയുന്നത് കാൺപൂരിലാണ്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ 2 പേര് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, നാനാ സാഹിബും അതുപോലെ തന്നെ താന്തിയ തോപ്പിയും. മറാത്ത ഭരണാധികാരിയായിരുന്നു ആര്? നാനാ സാഹിബ്. താന്തിയ തോപ്പി എന്ന് പറയുന്നത് ഈ പറയുന്ന നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു. അതുപോലെ ഗറില്ല യുദ്ധമുറകൾ എന്താണ് പ്രയോഗിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? താന്തിയ തോപ്പിയാണ്. ഇതും ഒരു PYQ ആണ്. ഗറില്ല യുദ്ധമുറകൾ കൊണ്ടുവന്നത് ആരാണ്? താന്തിയ തോപ്പിയാണ്. അടുത്ത് പഠിക്കാനുള്ളത് ലക്നൌവിലാണ്. ലക്നൌവിലെ നേതൃത്വം കൊടുക്കുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഔദിലെ ഭരണാധികാരിയായിരുന്നു ആര്? ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. അടുത്ത ബീഹാറിലെ ആര, ഇവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. കൺവർ സിംഗ്. ബീഹാറിലെ ആര? കൺവർ സിംഗ്. സവിശേഷത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗദീഷ്പൂരിലെ കർഷക പ്രഭു ആയിരുന്നു ആര്? ഈ പറയുന്ന കൺവർ സിംഗ്. അപ്പോൾ ഈ കൺവർ സിംഗ് ആണ് എവിടെ നേതൃത്വം കൊടുക്കുന്നത്? ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ കലാപം നടന്ന സ്ഥലം, അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി, അവരുടെ സവിശേഷതകൾ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? അതായത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, റൗലറ്റ് ആക്ട് 1915 പറയുന്ന പ്രസ്താവന തെറ്റാണ്. റൗലറ്റ് ആക്ട് 1915 അല്ല, 1919 എന്ത് കൊണ്ടുവരുന്നത്? റൗലറ്റ് ആക്ട് കൊണ്ടുവരുന്നത്. അടുത്ത് പറയുന്നു ദണ്ഡി മാർച്ച് 1930 പ്രസ്താവന ശരിയാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928 ആ പറയുന്ന പ്രസ്താവനയും എന്താണ്? പ്രസ്താവന ശരിയാണ്. അടുത്ത് പറയുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടി 31 പറയുന്ന പ്രസ്താവന എന്താണ്? ശരിയാണ്. നമ്മളോട് ശരിയായ ക്രമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി 2ഉം 3ഉം 4ഉമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കേ. അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടം, ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് പറയുന്നത്. നോക്കിക്കോ, 1ാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി.
ഈ നിയമപ്രകാരം 2 കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം. ഈ 2 കാര്യങ്ങൾ റൗലറ്റ് ആക്ടിൽ പറയുന്നതാണ്. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. പഠിച്ചു വെച്ചോ, 1919 ഏപ്രിൽ 6 എന്ത് സംഭവിച്ചു? പൗരാവകാശങ്ങളെ തടയുന്ന റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിന്റെ പ്രചരണത്തിനായി സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഹർത്താലിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി ഒരു സഭ രൂപീകരിക്കുന്നു. അതിന്റെ പേരാണ് എന്ത്? സത്യാഗ്രഹ സഭ. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹർത്താലിൽ എന്ത് സംഭവിച്ചു? ജനങ്ങളെല്ലാം ഈ ഒരു ഹർത്താലിനെ പിന്തുണച്ചു. കാരണം റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? അതൊരിക്കലും ഇന്ത്യക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമമായിരുന്നില്ല. എന്താണ് പറയുന്നത്? വാറന്റ് ഇല്ലാതെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അവരെ തടങ്കലിൽ പാർപ്പിക്കാം, അതുപോലെ അവർക്ക് അപ്പീൽ നിഷേധിക്കാം എന്നൊരു പോയിന്റ് കൂടി എന്തിലുണ്ട്? റൗലറ്റ് ആക്ടിലുണ്ട്. ഓക്കെ, നോക്കിക്കോ, ഹർത്താലിന് എന്ത് പറ്റി? വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വിസ്മയവാഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. എന്ത് പറഞ്ഞു? ഏറ്റവും വിസ്മയവഹമായ കാഴ്ച എന്ന് ആര് പറഞ്ഞു? ഗാന്ധിജി ഈ ഒരു ദേശീയ ഹർത്താലിനെ പറയുകയുണ്ടായി. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗാന്ധിജി എന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ 2 പേരുകൾ, ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവും, ഈ 2 പേരുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ 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 ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ ഒരു ഭാഗവുമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നിട്ടുള്ളവയിൽ റൗലറ്റ് ആക്ടുമായി ബന്ധമുള്ളത് ഏത്, ബന്ധമില്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നല്ലപോലെ പഠിച്ചോണേ. നോക്കിക്കോ, നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻവാല മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവയ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവയ്പിൽ സർക്കാർ രേഖപ്രകാരം എത്ര പേര് കൊല്ലപ്പെട്ടു? 379 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കൊല്ലപ്പെട്ടവരുടെ കണക്ക് അവർ പുറത്തുവിട്ടിട്ടില്ല. സർക്കാർ രേഖകളിൽ എത്രയായിരുന്നു കണക്ക്? 379 ആയിരുന്നു. 1000-ലധികം പേർക്ക് എന്ത് പറ്റി? പരിക്കേറ്റു. അപ്പോൾ നേതാക്കളുടെ അറസ്റ്റിൽ ഏത് നേതാക്കൾ? സത്യപാലിനെയും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻവാല ബാഗ് മൈതാനത്ത് പൊതുയോഗത്തിൽ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? അവിടെ എത്തിയ ആൾക്കാർക്ക് നേരെ അന്നത്തെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ എന്ത് ചെയ്തു? അവർക്ക് നേരെ വെടിവയ്പ് നടത്തി. അങ്ങനെ കുറേ പേര് അവിടെ മരണപ്പെട്ടു. അപ്പോൾ ഇതാണ് എന്ത്? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ വളരെ 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 പ്രാധാന്യം കൊടുത്ത് ഈ ഒരു ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ എല്ലാ പേരും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? അത് എല്ലാവർക്കും അറിയായിരിക്കും. റൂസോ. സോഷ്യൽ കോൺട്രാക്ട് ആരുടെ കൃതിയാണ്? റൂസോയുടെ കൃതിയാണ്. നോക്കിക്കോ, റൂസോയെ പറ്റി പറയുന്നത് വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ. അദ്ദേഹത്തിൻ്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി അല്ലെങ്കിൽ ദ സോഷ്യൽ കോൺട്രാക്ട് വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ഒരു കോട്ടൊന്ന് ഓർത്തു വെച്ചോണേ. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം ആരെ സൃഷ്ടിച്ചു? രാജാവിനെ സൃഷ്ടിച്ചു.
ഉത്തരവാദിത്വങ്ങൾ രാജാവ് എന്ത് ചെയ്തു? ലംഘിച്ചിരിക്കുന്നു. അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. ഈ ഒരു കോട്ടും ഓർമ്മിച്ച് വെച്ചേക്കുക. എന്താണ് പറയുന്നത്? നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? റൂസോയാണ്. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. അന്ന് നിലവിലുണ്ടായിരുന്ന അധികാരഘടനയെ ആര് എതിർക്കുകയുണ്ടായി? റൂസോ എതിർക്കുകയുണ്ടായി. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഇതും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. പ്രകൃതി, അദ്ദേഹം എന്ത് പറഞ്ഞു? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു. അപ്പോൾ റൂസോയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമ്മളൊരു 3 കോട്ട് പറഞ്ഞു. ആ കോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചേക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സന്യാസനിന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദേശീയത, സമഗ്രാധിപത്യം, സോഷ്യലിസം, ജനാധിപത്യം. ഏതാണ്ടാ ഇല്ലാത്തത്? സമഗ്രാധിപത്യം എന്ന് പറയുന്നത് സന്യാസനിന്റെ 3 തത്വങ്ങളിൽ പെടാത്തതാണ്. ബാധകമല്ലാത്തത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിട്ടുള്ളവയിൽ സന്യാസനിന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് സമഗ്രാധിപത്യമാണ്. നമ്മുടെ പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ഒരു ഭാഗം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് 2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അന്നത്തെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നോക്കിക്കേ, സന്യാസനിന്റെ ആശയങ്ങൾ ദേശീയതയുണ്ട്, ജനാധിപത്യമുണ്ട്, സോഷ്യലിസമുണ്ട്. 3 ആശയങ്ങളാണ് സന്യാസൻ മുന്നോട്ട് വെച്ചത്. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ദേശീയത എന്ന ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ജനാധിപത്യം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു കാഴ്ചപ്പാടായിരുന്നു. അതുപോലെ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്ന് അദ്ദേഹം സോഷ്യലിസത്തിലൂടെ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ്. പ്രസ്താവന ശരിയാണ്. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. പറയുന്ന പ്രസ്താവന എന്താണ്? ശരിയാണ്. 2022 അർജന്റീനയുടെ 2ാം ലോകകപ്പ് കിരീട നേട്ടമാണ് എന്ന് പറയുന്ന പ്രസ്താവന എന്താണ്? അത് തെറ്റാണ്. അർജന്റീനയുടെ എത്രാമത്തെ ലോകകപ്പാണ്? 3ാം ലോകകപ്പാണ്. എത്രാമത്തെ ലോകകപ്പാണ്? 3ാം ലോകകപ്പാണ്. 1978, 1986, 2022. ഓക്കെ. അപ്പോൾ ഈ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ്. ബാക്കി 2 പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഉപ്പുജല തടാകമായ സാംബർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ. ഉപ്പ് തടാകമായ സാംബർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ. തടാകങ്ങളെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് പറയണം? ലിംനോളജി. തടാകങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? ലിംനോളജിയാണ്. അതുപോലെ ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 2 ആണ്. അപ്പോൾ ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? ചിൽക്കയാണ്. ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ചിൽക്കയാണ്. അപ്പോൾ ഉപ്പ് തടാകമായ സാംബർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചമ്പലുണ്ട്, ബൈതർണി ഉണ്ട്, ബെത്വയുണ്ട്, സോണുണ്ട്. ഏതാണ്? ബൈതർണിയാണ്. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ഗംഗാ നദീതട വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബൈതർണിയാണ്. 10ാമത്തെ ചോദ്യം. പമ്പാ നദിയുടെ പതന സ്ഥാനം എവിടെയാണ്? പമ്പാ നദി പതിക്കുന്നത്. പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട് കായലിലാണ്. പമ്പാ നദിയുടെ ആകെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 176 കിലോമീറ്റർ. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ പീരുമേട്ടിലെ പുളിച്ചിമല. പീരുമേട്ടിലെ പുളിച്ചിമലയിൽ നിന്ന് ആരുത്ഭവിക്കുന്നു? നമ്മുടെ പമ്പാ നദി ഉത്ഭവിക്കുന്നു. പുളിച്ചിമലയിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? പമ്പാ നദി ഉത്ഭവിക്കുന്നത്. എന്തെന്നറിയപ്പെടുന്നു? ദക്ഷിണ ഭഗീരഥി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ പമ്പാ നദിയാണ്. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും മുകളിലത്തെ പാളി ഏത്?
ടോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്. തെർമോസ്ഫിയർ ആണ് ആൻസർ. തന്നിട്ടുള്ളവയിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ്? തെർമോസ്ഫിയർ ആണ്. 12ാമത്തെ ചോദ്യം, പർവേസ് മുഷറഫ് ഏത് രാജ്യത്തിന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? ഏത് രാജ്യത്തിന്റെയാണ്? പാകിസ്ഥാന്റെയാണ്. അപ്പോൾ നമ്മൾ പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും അറിഞ്ഞിരിക്കണം. ഓക്കെ, പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? ഷെഹബാസ് ഷെരീഫ്. ആരാണ്? ഷെഹബാസ് ഷെരീഫാണ് നിലവിലെ പ്രധാനമന്ത്രി. ആരാണ് പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ പേര് ആസിഫ് അലി സർദാരി. ആസിഫ് അലി സർദാരിയാണ് പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ്. അടുത്ത് 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വകാര്യവൽക്കരണം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. ഏതാണ്? ഭൂപരിഷ്കരണമാണ് ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായവ തിരഞ്ഞെടുക്കാം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഭാരതീയ റിസർവ് ബാങ്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു 1935 സ്ഥാപിതമായി. എന്ന് സ്ഥാപിതമായി? 1935 സ്ഥാപിതമായി. ശരിയാണ്. 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു. ആ പറയുന്ന പ്രസ്താവന തെറ്റാണ്. അത് ആരല്ല ചെയ്യുന്നത്? അത് RBI അല്ല ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു 1949 ദേശസൽക്കരിച്ചു. പറയുന്ന പ്രസ്താവന എന്താണ്? ശരിയാണ്. ആസ്ഥാനം മുംബൈയാണ്. അപ്പോൾ ഈ പറയുന്ന 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ 1, 3, 4 എന്നിവ ശരിയാണ്. ഇനി RBI കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. അപ്പോൾ 1935 RBI സ്ഥാപിക്കുന്നത്. അത് എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ നോക്കിക്കേ. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ ആ പ്രസ്താവന എന്തുകൊണ്ടാണ് തെറ്റായതെന്ന്? 1 രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്ത് ചെയ്യുന്നു? വായ്പ നിയന്ത്രിക്കുന്നു. വായ്പയെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ആരെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ. അതുപോലെ ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ആരുടെ പ്രത്യേകതകളാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകതകളാണ്. അടുത്ത 17ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓക്കെ, തന്നിട്ടുള്ളവയിൽ ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. പ്രസ്താവന ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. 1ാമത്തെ പഞ്ചവത്സര പദ്ധതി 51-56 കാലഘട്ടത്തിൽ നടക്കുന്നു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി. ശരിയാണ്. ഇപ്പോൾ 14ാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. 2022-2023. പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതുപോലെ സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ആ പറയുന്ന പ്രസ്താവനയും എന്താണ്? ശരിയാണ്. ഇപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി. 1, 2, 4 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 18ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ എന്താണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഉയർന്ന വിളവ് തരുന്ന വൈവിധ്യമാർന്ന വിളകൾ ഹരിത വിപ്ലവത്തിന്റെ ഒരു നേട്ടമാണ്. ശരിയാണ്. C സുബ്രഹ്മണ്യൻ ആ സമയത്തെ കാർഷിക മന്ത്രി, അതും എന്താണ്? ശരിയാണ്. അടുത്ത് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. അത് തെറ്റാണ്. കാരണം ഡോക്ടർ വർഗീസ് കുര്യൻ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ആളാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്ന് ഓടിച്ചു വായിച്ചു നോക്കാം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ നമ്മുടെ കാർഷിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഭൂപരിഷ്കരണം, അതുപോലെ തന്നെ ഹരിത വിപ്ലവം. നോക്കിക്കേ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച്
ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കേ, ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, പഠിച്ചു വെച്ചോ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ടം നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഹരിത വിപ്ലവം എന്തെന്നും അറിയപ്പെടുന്നുണ്ട്, ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഇതിൽ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ ധാന്യവിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയുന്നുണ്ട്? ഗോതമ്പ് വിപ്ലവം എന്നും പറയുന്നുണ്ട്. അടുത്ത് നോക്കിക്കേ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ M.S. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. 1925 ഓഗസ്റ്റ് 7 അദ്ദേഹം എവിടെ ജനിക്കുന്നു? തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിക്കുന്നു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ഇതും പഠിച്ചു വെച്ചോണേ. അദ്ദേഹം എവിടുത്തെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു? ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുമായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. അപ്പോൾ ആരാണ് ഈ നോർമൻ ബോർലോഗ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി നോർമൻ ബോർലോഗും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ M.S. സ്വാമിനാഥനുമാണ്. അപ്പോൾ അതിനുശേഷം തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. എന്നാണ് നമ്മുടെ M.S. സ്വാമിനാഥൻ അന്തരിച്ചത് എന്നൊരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 സെപ്റ്റംബർ 28 അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ കുറച്ച് നേട്ടങ്ങളും കോട്ടങ്ങളും നോക്കാം. ശ്രദ്ധിച്ചോ, നേട്ടങ്ങൾ പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിലുണ്ടായ വർധനവ്, അതുപോലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. ഇതെല്ലാം ഹരിത വിപ്ലവം കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. അതേപോലെ തന്നെ ഹരിത വിപ്ലവത്തിന് എന്തുണ്ട്? കുറെ പരിമിതികളുണ്ട്. ഒന്നാമതായി പറയുന്നു, ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഇതെന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ എന്താണ്? നേട്ടങ്ങളല്ല പരിമിതികളാണ്. അപ്പം ഹരിത വിപ്ലവത്തിന് നേട്ടവും ഉണ്ട് കോട്ടവും ഉണ്ട്. നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിലുണ്ടായ വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ കഴിഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, അതുപോലെ തന്നെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ഒക്കെ തടയാൻ കഴിഞ്ഞു. കോട്ടങ്ങളിൽ പറയുന്നത് ഒരുപാട് ജലം ഉപയോഗിച്ചതിനാൽ ഭൂഗർഭ ജലത്തിന്റെ അളവ് എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ രാസവളങ്ങളും കീടനാശിനികളും ധാരാളം ഉപയോഗിച്ചത് കൊണ്ട് മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി. ഇനി നമുക്ക് നോർമൻ ബോർലോഗ് ആരാണെന്ന് നോക്കാം. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു. 1970 ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടി. പഠിച്ചു വെച്ചോ, നോർമൻ ബോർലോഗിന് 1970 എന്ത് കിട്ടുന്നത്? സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത്? നോക്കിക്കോ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. പ്രസ്താവന എന്താണ്? ശരിയാണ്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ആ പറയുന്ന പ്രസ്താവനയും ശരിയാണ്. ഏറ്റവും കൂടുതൽ സീറ്റ് എന്നുണ്ടായിരുന്നത് കോൺഗ്രസിനായിരുന്നു. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്.
20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത്? നോക്കിക്കേ. പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നല്ല. അതെവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഏതാണ്ടാ? ഓപ്ഷൻ സി. അതായത് നമ്മുടെ 1ഉം 2ഉം മാത്രമല്ലേ ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറേ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 21 കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. ശരിയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ശരിയാണ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. ആ പറയുന്ന പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അതിൽ വരുന്നതല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിൽ. ഓക്കെ, അതിൽ എന്ത് വരുന്നില്ല? വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചേ. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ശരിയാണ്. കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക. ശരിയാണ്. ജീവിത നിലവാരം ഉയർത്തുക. അപ്പോൾ തന്നിട്ടുള്ള 3 പ്രസ്താവനകളും എന്തുമായി ബന്ധപ്പെട്ടതാണ്? നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ. എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ശ്രദ്ധിച്ചോ. രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് മൗലിക അവകാശങ്ങൾക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യങ്ങൾക്കും എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേപോലെ തന്നെ എന്തിനും സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക നീതിക്കും അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക നീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നിർദ്ദേശക തത്വങ്ങൾ വന്നിട്ടുള്ളത്? ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുന്നവയല്ല. ശരിയാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുകയുള്ളൂ. പഠിച്ചു വെച്ചോ. അടുത്ത്, അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശ തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4-ൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. ഭാഗം 4-ല് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നു. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്. നോക്കിക്കേ, രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധി ആശയങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളെ പ്രധാനമായും 3ആയി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. ഇതിൽ ഏതൊക്കെ ഏതിലാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. ഉദാര ആശയങ്ങളിൽ വരുന്നതാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് പറയുന്നത് ഉദാര ആശയങ്ങളിൽ വരുന്നതാണ്. പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത എന്ന് പറയുന്നത് ഉദാര ആശയങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തുല്യനീതിയും സൗജന്യ നിയമസഹായവും എന്തിൽ വരുന്നതാണ്? ഉദാര ആശയങ്ങളിൽ വരുന്നതാണ്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ ഉദാര ആശയങ്ങളിൽ പെടുന്നതാണ്. പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം, ഈ പറയുന്നവയെല്ലാം എന്തിൽ വരുന്നു? ഉദാര ആശയങ്ങളിൽ വരുന്നു.
അടുത്ത സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം സോഷ്യലിസ്റ്റ് ആശയമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, അതും സോഷ്യലിസ്റ്റ് ആശയമാണ്. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം സോഷ്യലിസ്റ്റ് ആശയമാണ്. തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം എന്തിൽ വരുന്നതാണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വരുന്നതാണ്. അതുപോലെ നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പെടുന്നവയാണ്. അടുത്ത് പറയുന്നു ഗാന്ധിയൻ ആശയങ്ങൾ. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ മറ്റ് ദുർബല വിഭാഗക്കാരുടെയും ഉന്നമനം, ഇതെല്ലാം എന്തിൽ വരുന്നു? ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്നവയാണ്. അടുത്ത് പറയുന്നു നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ. സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുമുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. പഠിച്ചു വെച്ചോ, 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ എന്ത് ചെയ്തു? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഗാന്ധിയൻ ആശയം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. പഠിച്ചു വെച്ചോ. അതുപോലെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം ഉദാര ആശയത്തിന്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും മൗലിക അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. പ്രസ്താവന തെറ്റാണ്. കാരണം സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. നിലവിൽ സ്വത്തവകാശം എന്തല്ല? മൗലിക അവകാശമല്ല. നമ്മൾ ഒരുപാട് തവണ PYQസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ശരിയാണ്. സ്വത്തവകാശം എന്താണ്? ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശം മൗലികാവകാശവും നിയമാവകാശവുമാണെന്ന് പറയുന്ന പ്രസ്താവനയും തെറ്റല്ലേടാ? സ്വത്തവകാശം മൗലികാവകാശമല്ല, പകരം സ്വത്തവകാശം നിയമാവകാശം മാത്രമാണ്. എടാ, അപ്പോൾ ഇതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഈ പറയുന്ന രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തന്നിട്ടുള്ളവയിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. പ്രസ്താവന എന്താണ്? പ്രസ്താവന ശരിയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രസ്താവന എന്താണ്? ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. പ്രസ്താവന എന്താണ്? തെറ്റാണ്. കാരണം ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അതായത് 1ഉം 2ഉം മാത്രമാണ് ശരി. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കേന്ദ്ര ലിസ്റ്റിലെ ബാങ്കിങ്, പൊതുജനാരോഗ്യം, പോലീസ് എന്നിവ പറയുന്നുണ്ട്. ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത സംസ്ഥാന ലിസ്റ്റിൽ ജയില്, മദ്യം, വാണിജ്യം ഇത് വരുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റിലാണ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. അപ്പോൾ ബാങ്കിങ്, പൊതുജനാരോഗ്യം, പോലീസ് ഇതിലെന്താണ്? ഇത് സ്റ്റേറ്റ് ലിസ്റ്റും അതുപോലെ തന്നെ കേന്ദ്ര ലിസ്റ്റും രണ്ടും കൂടെ മിക്സപ്പ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. കേന്ദ്ര ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല ഈ തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരി എന്ന് പറയുന്നത്. അടുത്ത 27ാമത്തെ ചോദ്യം നോക്കിക്കേ, തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. കാരണം പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനം ആണ്. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്? സ്ഥാപനമല്ല എന്ന് പറഞ്ഞേക്കുന്ന പ്രസ്താവന തെറ്റാണ്.
അടുത്ത് പറയുന്നു, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. പ്രസ്താവനയും എന്താണ്ടാ? തെറ്റാണ്. അപ്പോൾ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരി ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയാണുള്ളത്. പ്രസ്താവന തെറ്റാണ്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. പ്രസ്താവന ശരിയാണ്. കർണാടക, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയാണുള്ളത്. ആ പ്രസ്താവനയും ശരിയാണ്. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും 2 സഭകളില്ല. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്ട? ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രമാണ് എന്തെന്ന് പറയുന്നത് ശരി. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ഈ ചോദ്യം. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം. പ്രസ്താവന എന്താണ്ട? ശരിയാണ്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. പ്രസ്താവന ശരിയാണ്. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. ആ പറയുന്ന പ്രസ്താവനയും ശരിയാണ്. 3 പ്രസ്താവനകളും ഇതിൽ ശരിയായിട്ട് വരുന്നുണ്ട്. നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങള്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്നറിയപ്പെടുന്നത്. ഈ പ്രസ്താവനയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലമാണ് ഭൂഗർഭജലം, അതും അവിടെ പറയുന്നുണ്ട്. ഇനി എന്താണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് നോക്കിക്കേ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് എന്ത്? തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങി എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടും. അടുത്ത്, ഇവിടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നത്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അടുത്ത് പറയുന്നു, നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ കിണറുകൾ സർവ്വസാധാരണമാണ്. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. കണ്ടാട ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സെന്റൻസ് അതുപോലെയാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അത് അപ്പാടെ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ കിണർ കുഴിക്കുക എളുപ്പമല്ല. അത്തരം സന്ദർഭങ്ങളിൽ കുഴൽക്കിണറാണ് അഭികാമ്യം. ഭൂമിക്കടിയിലേക്ക് യന്ത്രസഹായത്തോടെ പാറ തുറന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്? കുഴൽക്കിണർ സ്ഥാപിക്കുന്നത്. നോക്കിക്കേ, ഇത് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിൽ നമ്മുടെ ഭൂമിയിലെ ജലം എന്ന് പറഞ്ഞിട്ടുള്ള ജോഗ്രഫി ടെക്സ്റ്റിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ടേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിച്ച ശരിയായ വസ്തുത ഏതാണ്? നോക്കിക്കേടാ, O രക്തഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിജനുകളായ AB എന്നിവ കാണുന്നു. അത് തെറ്റാണ്. ആന്റിജനുകളായ AB എന്നിവ ഇവിടെ ഇല്ല, O രക്തഗ്രൂപ്പിൽ ഇല്ല. അടുത്ത, ആന്റിജൻ A മാത്രം കാണുന്നു. അതും തെറ്റാണ്. ഇതിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ആന്റിബോഡികളായിട്ടുള്ള AB എന്നിവ എവിടെ കാണുന്നുണ്ട്? O രക്തഗ്രൂപ്പിൽ കാണുന്നുണ്ട്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആര്? സൂക്ഷ്മജീവികളാണോ, സസ്യങ്ങളാണോ, ജന്തുക്കളാണോ, മലനിരകളാണോ? ആരാണ്? സസ്യങ്ങളാണ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത 34ാമത്തെ ചോദ്യം, ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കരൾ സംബന്ധ രോഗമാണ്. ശരിയാണ്. ഹെപ്പറ്റൈറ്റിസ് എന്തിനെയാണ് ബാധിക്കുന്നത്? കരളിനെയാണ് ബാധിക്കുന്നത്. ഫൈലേറിയൻ വിരകളാണ് ഇതിന്റെ കാരണം. ആ പ്രസ്താവന എന്താണ്ട? തെറ്റാണ്. മലിനജലത്തിലൂടെ ഇത് വ്യാപിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ശരിയാണ്. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു. ആ പറയുന്ന പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി, ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം എന്ന് പറയുന്ന പ്രസ്താവനയാണ് തെറ്റ്. അടുത്ത 35ാമത്തെ നോക്കിക്കേ. DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര്. അതിന്റെ പേരാണ് എന്ത്? ജീൻ മാപ്പിംഗ്. പേരെന്താണ്? ജീൻ മാപ്പിംഗ്. അപ്പോൾ DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ജീൻ മാപ്പിംഗ് ആണ്. 36ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? നമ്മുടെ തെറ്റായ ജീവിത രീതികൾ കൊണ്ടുണ്ടാകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമിത രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗമാണ്. ഹൃദയാഘാതം ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്. തൊണ്ടമുള്ള എന്തല്ലടാ? ജീവിതശൈലി രോഗമല്ല. അപ്പോൾ തന്നിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? തൊണ്ടമുള്ള.
37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണോ, ലയേസ് ആണോ, ലിഗേസ് ആണോ, ഹൈഡ്രോലേസ് ആണോ? ഏതാണ്? ലിഗേസ് ആണ്. ജനിതക പശ ഏതാണ്? ലിഗേസ് ആണ്. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? തരംഗ ദൈർഘ്യം 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. പ്രസ്താവന തെറ്റാണ്. മനുഷ്യ ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുവാൻ കാരണമാകുന്നു. ആ പറയുന്ന പ്രസ്താവനയും തെറ്റാണ്. അടുത്ത്, ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ജലം ശുദ്ധീകരിക്കാനും അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി 3ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? വക്രത ആരമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ, നമുക്കറിയാം ഫോക്കസ് ദൂരം നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലെൻസിന്റെ വക്രത ആരം നമുക്ക് അറിയില്ല, നമുക്കതാണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിക്കോ, നമുക്കറിയാം F = R/2 ആണ്. സോ R എന്ന് പറയുന്നത് 2F ആണ്. നമുക്കിവിടെ Fന്റെ വാല്യൂ കൊടുക്കാം. 2 × 20 സെന്റിമീറ്റർ = 40 സെന്റിമീറ്റർ ആണ്. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത്, 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? ആക്കം P = mv. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. m എന്ന് പറയുന്നത് മാസാണ്, v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, നമ്മുടെ മാസ് എത്രയാണ്? 10 കിലോഗ്രാം ആണ്. അതുപോലെ പ്രവേഗം എത്ര തന്നിട്ടുണ്ട്? 5 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വസ്തുവിൻ്റെ ആക്കമാണ്. അപ്പോൾ 10 × 5 50 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ ആക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത് 41ാമത്തെ ചോദ്യം നോക്കിക്കോടാ. അടുത്ത്, ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് W? W എന്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ, ടങ്സ്റ്റന്റെ പ്രതീകമാണ് ഏതെന്ന് പറയുന്നത്? W. വുൾഫ്രം എന്നാണ് W ഉദ്ദേശിക്കുന്നത്. ടങ്സ്റ്റന്റെ എന്താണ്? ടങ്സ്റ്റൻ ആണ് W എന്ന നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് വുൾഫ്രം എന്ന് പറയുന്നത് ഒരു ജർമ്മൻ നെയിമാണ്. അപ്പോൾ ടങ്സ്റ്റൻ എന്ന് പറയുന്നതിൻ്റെ പ്രതീകമാണ് ഏത്? W. എടാ, വനേഡിയത്തിൻ്റെ പ്രതീകം ഏതാണ്? V ആണ്. വനേഡിയത്തിൻ്റെ പ്രതീകം ഏതാണ്? V ആണ്. അതുപോലെ മെർക്കുറി ഏതാണ്? Hg. ഹൈഡ്രാർജറം Hg ആണ് മെർക്കുറി. ടിന്നിൻ്റെത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SN ആണ്. ടിൻ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? സ്റ്റാനം, അല്ലെങ്കിൽ ലാറ്റിൻ പേരാണ് സ്റ്റാനം. അതിൽ നിന്നാണ് ഈ SN എന്ന് പറയുന്ന പ്രതീകം എടുത്തേക്കുന്നത്. അപ്പോൾ W ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? ടങ്സ്റ്റൻ്റെതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏത്? തന്നിട്ടുള്ളവയിൽ കപട സംക്രമണ മൂലകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാഡ്മിയം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, ക്രോമിയം ഉണ്ട്. ഏതാണ് കപട സംക്രമണ മൂലകം? കാഡ്മിയം ആണ്. നോക്കിക്കോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് 12ാം ഗ്രൂപ്പിൽപ്പെട്ട സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. അപ്പോൾ 12ാം ഗ്രൂപ്പിലാണ് ഈ പറയുന്ന സിങ്കും കാഡ്മിയവും മെർക്കുറിയും ഒക്കെ വരുന്നത്. പക്ഷെ ഇവ എന്ത് ചെയ്യുന്നില്ല? സംക്രമണ മൂലകങ്ങൾക്കുള്ള എല്ലാ പൊതു സ്വഭാവങ്ങളും ആര് കാണിക്കുന്നില്ല? ഈ പറയുന്ന കാഡ്മിയം, മെർക്കുറി കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇവയെ പറയുന്ന പേരാണ് എന്ത്? കപട സംക്രമണ മൂലകങ്ങൾ. ഇവയെ എന്തെന്നറിയപ്പെടുന്നു? കപട സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ജർമേനിയം, സിർക്കോണിയം, ടൈറ്റാനിയം, പ്ലൂട്ടോണിയം. ഏതാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്ലൂട്ടോണിയം ആണ്. അടുത്ത, അറ്റോമിക സംഖ്യ 11 ആയ മൂലകത്തിന്റെ L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? നമുക്കറിയാം അറ്റോമിക സംഖ്യ 11 ആണ്. ആദ്യത്തെ ഷെല്ല് K ഷെല്ലാണ്, 2 ഇലക്ട്രോൺ കൊള്ളും. രണ്ടാമത്തത് L ഷെല്ലാണ്, 8 ഇലക്ട്രോൺ കൊള്ളും. മൂന്നാമത്തത് M ഷെല്ലാണ്, 1 ഇലക്ട്രോൺ കൊള്ളും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ്. എടാ, L ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അടുത്ത്, വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏതാണ്? കടൽ തീരത്ത്. കടൽ തീരത്തിലാണ് വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് എക്സാംസിന് വെള്ളായിയപ്പൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത് പറയുന്നു,
ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയാണ്. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര്? ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. അടുത്ത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചത് ആര്? ആരാണ്ട? വിൻസെന്റ് വാൻഗോഗ് ആണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന് പറയുന്ന പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ്? വിൻസെന്റ് വാൻഗോഗ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ, ബാക്കിയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെയാണ്. നമുക്ക് ഈ GK പാർട്ട് മാത്രം നോക്കിയാൽ മതി. നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. എടാ, അപ്പം നമ്മൾ ഇന്ന് ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് SCERT ഫാക്റ്റുകൾ ഉള്ളതിൻ്റെ കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു സീരീസിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്